ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മലയാളീസ് യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു വീഡിയോയ്ക്ക് ഇൻട്രോ ഫയൽ നമുക്ക് ഫ്രീ ആയിട്ട് വളരെ എളുപ്പത്തിൽ ഓൺലൈനിൽ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. നമുക്കൊരു ഫ്രീ വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ കുറച്ച് ടെംപ്ലേറ്റ് തന്നിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് പേരൊക്കെ മാറ്റിയിട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്കിപ്പോൾ ഒരു സാമ്പിൾ ഒരെണ്ണം ചെയ്ത് നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, ഇതാണ് വെബ്സൈറ്റിൻ്റെ പേര്. പൻസോയിഡ് എന്ന് പറയുന്നൊരു വെബ്സൈറ്റാണ്. അതിൻ്റെ അഡ്രസ്സിനകത്ത് തന്നിരിക്കുക. അപ്പോൾ ഈ വെബ്സൈറ്റിൽ കയറുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടംപോലെ ടെംപ്ലേറ്റ് കാണാൻ സാധിക്കും. നമുക്ക് കുറേ ടെംപ്ലേറ്റ്സ് അവർ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് തീരുന്ന ടൈമിൽ എൻഡ് ക്രെഡിറ്റ് കൊടുക്കാൻ വേണ്ടിയുള്ളതുണ്ട്. അതല്ലെങ്കിൽ ഇൻട്രോ, സ്റ്റാർട്ടിങ് ഇൻട്രോ ഒക്കെ ഉള്ളതുണ്ട്. അങ്ങനെ കുറേ രീതിയിലുള്ളതുണ്ട്. ഞാനിപ്പോൾ ചെയ്യാൻ വേണ്ടി ഒരെണ്ണം സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മോഡലായിട്ട് തൽക്കാലം നമ്മൾ ഇതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതാണോ വേണ്ടത് ആ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്യുക. അതിനകത്ത് ഓപ്പൺ ഇൻ ക്ലിപ്പ് മേക്കർ എന്ന് പറയുന്നൊരു സാധനം അതിൽ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് വേറൊരു ഇത് എഡിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ലോഡിങ്. അതിൽ ഈ ഐ ബട്ടൺ കൊടുക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് ആ 3D എഡിറ്റിംഗ് മോഡിൽ നിന്ന് മാറിയിട്ട് നോർമൽ എങ്ങനെയാണ് ഇത് കാണുന്നതെന്ന് നോക്കാം. നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, ഇപ്പം നമ്മൾ കണ്ടു. ഇതാണ് നമ്മളുടെ അവർ തന്നിരിക്കുന്ന ടെംപ്ലേറ്റ് ഫയൽ. നമുക്കിതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് ജസ്റ്റ് അതിൽ പേര് മാത്രമേ ഞാൻ മാറ്റാൻ നോക്കുന്നുള്ളൂ. അപ്പോഴത്തേക്ക് പേര് മാറ്റാൻ വേണ്ടി നമ്മളുടെ ഇതിൽ താഴെ മൂന്നാമത് കിടക്കുന്ന ഓപ്ഷനിൽ ലെഫ്റ്റ് സൈഡിൽ ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് എന്തൊക്കെ പാർട്ടിക്കിൾസ് അവർ 3Dയിൽ ആഡ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇതിനകത്ത് നമുക്ക് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഫയൽ തപ്പിയെടുക്കുക. ഇത് നടക്കുന്നു ഗ്രൂപ്പ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ സ്നൈപ്പർ നോ എന്ന് പറയുന്നൊരു സാധനം കൊടുത്തിരിക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് താഴെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് MYC എന്ന് തന്നെ കൊടുക്കാം. രണ്ടെണ്ണം ഉണ്ട് ടെക്സ്റ്റ്, രണ്ടിൽ MYC എന്ന് കൊടുക്കുക. സെലക്ട് ചെയ്തിട്ട് പുറത്തെവിടെയെങ്കിലും ക്ലിക്ക് ചെയ്താൽ മതി, അതിൽ പേര് മാറും. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് ആദ്യം തൊട്ട് സെറ്റ് ചെയ്തിട്ട് ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇൻട്രോ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത് നമുക്കിത് എങ്ങനെയാണ് നമ്മളുടെ ഫയലിലോട്ട് സേവ് ചെയ്യുക, നമുക്ക് എങ്ങനെ സേവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നോക്കുന്നത് നമ്മൾ. അതിനുവേണ്ടി നമുക്ക് തേർഡ് ലാസ്റ്റ് ഓപ്ഷനായിട്ടുള്ള ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വരിക. ഇതിൽ നമുക്ക് എത്ര ക്വാളിറ്റി, അതിപ്പോൾ ലോ ക്വാളിറ്റി എങ്കിൽ ഫാസ്റ്റ് റണ്ടർ എടുക്കുക, ബാലൻസ്ഡ്, ഗുഡ് ക്വാളിറ്റി, എക്സ്ട്രീം ക്വാളിറ്റി, കുറച്ച് സമയം എടുക്കും. ബട്ട് എന്നിരുന്നാലും നല്ല ക്വാളിറ്റിയിൽ വരും. നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് ഗുഡ് ക്വാളിറ്റി കൊടുക്കുക. പിന്നെ ഫോർമാറ്റ് ചോദിക്കും, വെബ് വേണോ, .mkv വേണോ. ഞാൻ ഇതാണ് കൊടുക്കുന്നത്, കാരണം എഡിറ്റ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പം അതാണ്. അതുകൊണ്ട് ഞാൻ അത് കൊടുത്ത് സ്റ്റാർട്ട് റണ്ടർ കൊടുത്തു. സ്റ്റാർട്ട് റണ്ടർ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ടൈം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഏകദേശം റെൻഡറിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ റെൻഡറിങ് ഫുള്ളായിട്ട് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ഓപ്ഷൻ വരും ഡൗൺലോഡ് യുവർ വീഡിയോ എന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക. വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരു സേവ് ചെയ്യാനുള്ളൊരു ബോക്സ് ഓപ്പൺ ആയി വരും. അതിനകത്ത് നമ്മൾ എന്താണോ ആവശ്യമായിട്ടുള്ള പേര് കൊടുത്തിട്ട് ഞാൻ MYC 2 എന്ന് കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം സേവ് കൊടുക്കുക. ഓക്കെ ഓക്കെ ഫയൽ സേവ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ആ ഫയലൊന്ന് പ്ലേ ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മൾ കണ്ടു. ഇത്രയും സിമ്പിളായിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ്സ് പോലും നമുക്ക് ടൈം എടുക്കത്തില്ല ഇത് ചെയ്യാൻ വേണ്ടി. നമ്മളുടെ ആവശ്യമായിട്ടുള്ള ഫയൽ നമുക്ക് ഇതിനകത്ത് നിന്ന് സെലക്ട് ചെയ്യണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇഷ്ടംപോലെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം അതിൽ ഏതാണോ ഇഷ്ടപ്പെടുന്ന ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ആ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി നോക്കിയൊക്കെ ഈ ടെംപ്ലേറ്റ് എനിക്ക് ചെക്ക് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ അകത്ത് കയറിയതിന് ശേഷം ജസ്റ്റ് ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.
സിമ്പിളായിട്ട് നമുക്ക് ഇതിലും ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ നെയിം എന്നുള്ളത് ജസ്റ്റ് അത് സെലക്ട് ചെയ്തിട്ട് താഴെ പേര് എഴുതി കൊടുത്താൽ മാത്രം മതി. ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുള്ളായിരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഉറപ്പായിട്ടും ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാവുന്നതാണ്. ഓക്കെ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു ഗൈസ്. Tell me pretty lies, look me in the face, tell me that you love me, even if it's